ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ വീട് ഒന്നാകെ ജാക്കി വെച്ചിട്ട് ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം നല്ലോണം വെള്ളം കയറും. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ 2018 ഫ്ലഡിലൊക്കെ നല്ലോണം ഫുള്ള് വെള്ളം ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ വീട് പണിതതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ ഇങ്ങനെ ജാക്കി വെച്ച് പൊന്തിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നി. കാരണം കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടി ലാഭം. അപ്പം ഞങ്ങൾ അങ്ങനെ നമ്മളെ വീട് ലിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് ആക്ച്വലി ആദ്യം അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെയാണ് ഇതുവരെ ചെയ്യുന്നതെന്ന്. എനിക്ക് മാത്രമല്ല, വീട്ടിലുള്ളവർക്കും നാട്ടുകാരും ഒക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ, ഇതെങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ടോട്ടലി വീട് മൊത്തമായിട്ട് പിടിച്ച് പൊന്തിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആണ്. പക്ഷേ അവരുടെ പ്രോസസ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. വീട് പൊന്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും നന്നായിട്ട് അവർ പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. നമ്മൾ കണ്ണൂർ സൈഡിലേക്കൊന്നും വെള്ളമൊന്നും കയറാത്തതുകൊണ്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണുന്നത്. ഇതിന് ശേഷം നമ്മൾ എൻ്റെ അടുത്തുള്ള ആൾക്കാരും പൊന്തിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇവർ ഫസ്റ്റ് തന്നെ അവരുടെ ജാക്കിയും കാര്യങ്ങളൊക്കെ നല്ലോണം പൂജിച്ച്, അതായത് നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ബീഹാറിലുള്ള പണിക്കാരാണ്, പക്ഷേ ഈ മലയാളികളാണ് ഇതിൻ്റെ കോൺട്രാക്ടർ. ഭൂമിക എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് കേട്ടോ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നമുക്കിതെല്ലാം ചെയ്തു തന്നത്. ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് നമ്മുടെ ഭിത്തി ഫുള്ള് ഡ്രില്ല് ചെയ്തിട്ട് ഓരോരോ ജാക്കികളായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് എല്ലാം ജാക്കിയിൽ നിർത്തും കേട്ടോ. അങ്ങനെ ഹോൾ വീട് ജാക്കീൻ്റെ മേലെ ആക്കിയിട്ട് ഇവർ ഇത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ പൊന്തിക്കുന്ന ദിവസം എല്ലാവരും കൂടി വന്നിട്ട് ഒരാൾക്ക് 5 ജാക്കി എന്നുള്ള രീതിയിൽ ഇവർ നിന്നിട്ട് അവർക്കൊരു ഇൻസ്ട്രക്ഷൻ ഇവരിങ്ങനെ കൊടുക്കും. എങ്ങനെ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കൂടുതൽ അവർ ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് ഹിന്ദിയും എനിക്കത്ര വശമില്ലാത്തതുകൊണ്ട് എനിക്കത്രയും മനസ്സിലായിട്ടുമില്ല. അങ്ങനെ അവർ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഓരോരോ പൊസിഷനിൽ നിന്നിട്ട് ജാക്കി അവർ ടൈറ്റ് ചെയ്യും. അതിനനുസരിച്ച് വീട് ലിഫ്റ്റ് ചെയ്യും. അതായിരുന്നു കേട്ടോ പ്രോസസ്സ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ ഉള്ളിൽ കുറച്ച് റിനോവേഷൻ പരിപാടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചണും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. ഒരു 30 ദിവസം എടുത്തു നമുക്ക് അറൗണ്ട് ഇത് പ്രോസസ്സ് ചെയ്ത് വീട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീട് ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ അവർ ബാക്കി തറ കെട്ടിത്തരും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഒരു ക്രാക്കോ പിന്നെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും അവരുണ്ടാക്കിയിട്ടില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഭൂമിക എന്ന് പറഞ്ഞാൽ അവരെ സമീപിച്ചാൽ മതി. അവർ അടിപൊളിയായിട്ട് വീട് ലിഫ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഫ്ലഡൊന്നും ഇതൊന്നും വെള്ളം കയറാതെ നിൽക്കാം. അതായത് ടോട്ടൽ വീട് നമ്മൾ പൊളിച്ച് പണിയുന്നതിനേക്കാളും കോസ്റ്റ് കുറവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടോ. നമ്മളങ്ങനെ ചെയ്തത് കൊണ്ട് കുറച്ച് ഒരു വീട് ഫുൾ പണിയാനുള്ള പൈസ അത്രയും ആവില്ല ഈ ലിഫ്റ്റിങ്ങിന്. പിന്നെ അതിന് ശേഷമുള്ള പണികളാണ് കുറച്ച് നമുക്ക് വേണ്ടത്. കാരണം അതിൽ ബാക്കി ഫുള്ള് മണ്ണിടണം, പുറമേ മണ്ണിടണം, അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടി ചെയ്താണ്. പിന്നെ ഫ്ലോറിൽ എല്ലാം പോകും. അപ്പോൾ നമ്മളത് റീവർക്ക് ചെയ്യണം. പിന്നെ പ്ലംബിങ് കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ ചെയ്ത് നമ്മളെ വീട് നല്ല അടിപൊളിയായിട്ട് അവർ പൊന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളെ വീട് ഏകദേശം ഒരു 3-3.5 അടിയോളം അവർ പൊന്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ബാത്റൂമും അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് പൊന്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ബാത്റൂമും ഒരു കുളിമുറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി അവർ പൊന്തിച്ച് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ വീട് പൊന്തിച്ച് ചെയ്യുമ്പോൾ അത് മാത്രം കുഴിയിലായി പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇവർ സ്ക്വയർ ഫീറ്റ് കണക്കിലാണ് കേട്ടോ ഇവർക്ക് എമൗണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ഫ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഫ്ലോറിൻ്റെ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ടാണ് അവർ ടോട്ടൽ എമൗണ്ട് നമ്മളോട് പറയാറുള്ളത്. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അങ്ങനെ ഭിത്തികളൊക്കെ അവർ ഫുൾ കെട്ടി. പിന്നെ ഞങ്ങൾ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് റിനോവേഷൻ നടത്തി എന്നുള്ളത്. കുറേ നാളായിട്ട് ഉള്ള ആഗ്രഹമായിരുന്നു കുറച്ച് റിനോവേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ സാധിച്ചു. ഇപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവില്ല നമ്മൾ വീട് പൊന്തിച്ചതാണെന്നോ പുതിയൊരു തറയുണ്ടെന്നോ ഒന്നും. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ വീട് പൊന്തിക്കലൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഭൂമിക എന്ന് പറയുന്നവരെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ താഴെ കൊടുക്കാം.